അപ്പോൾ നമ്മുടെ റിവിഷൻ്റെ ടോപ്പിക്ക് എലമെൻറ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ ആണ്. അപ്പം നമ്മൾ എലമെൻറ്റ്സ് ഓഫ് ഡിസൈൻ നമ്മൾ പറഞ്ഞിരുന്നു, നല്ല പ്രിൻസിപ്പിൾസും പറഞ്ഞു. അപ്പോൾ നമുക്കിതിൻ്റെ മെയിനായിട്ടുള്ള പോയിൻറ്റ്സൊക്കെ ഒന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്, നിങ്ങൾക്ക് ഇതിനെ പറ്റി കൂടുതലായിട്ടും അറിയാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഏത് എലമെൻറ്റ്സിൻ്റെയും പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈനെയും കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പറ്റുന്നൊരു ടോപ്പിക്കാണിത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എലമെൻറ്റ്സ് ഓഫ് ഡിസൈൻ ഏതൊക്കെയായിരുന്നു എലമെൻറ്റ്സ്? നമ്മുടെ ഇന്നലെ പറഞ്ഞു ലൈൻ, സ്പേസ്, ഷേപ്പ്, കളർ, ടെക്സ്ചർ. ഇത്രയാണ് നമ്മുടെ എലമെൻറ്റ്സ് ഓഫ് ഡിസൈനിൽ വരുന്നത്. ലൈൻ, കളർ, ടെക്സ്ചർ, സ്പേസ് ആൻഡ് ഷേപ്പ്. അപ്പം നമ്മൾ ലൈൻസ് തന്നെ അതിൻ്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട് അല്ലേ. വേർട്ടിക്കൽ ലൈൻസ് ഉണ്ട്, ഹൊറിസോണ്ടൽ ലൈൻസ് ഉണ്ട്. അപ്പോൾ വേർട്ടിക്കൽ ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളുടെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയാളെ മെലിഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേർട്ടിക്കൽ ലൈൻസുള്ള ക്ലോത്തിങ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പം ഹൊറിസോണ്ടൽ ആണെങ്കിലോ ഒരാളുടെ ഹൈറ്റ്, നല്ല ഹൈറ്റുള്ള ആൾ ഒരു ഹൊറിസോണ്ടലായിട്ടുള്ള ഡ്രസ്സ്, ലൈൻസ് ഉള്ള ഡ്രസ്സ് ഇടുമ്പം ഹൈറ്റ് കുറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒന്നും കൂടെ ചെറുതായതുപോലെ, കുറച്ച് വണ്ണമൊക്കെ തോന്നും. ഓക്കെ. പിന്നെ വരുന്നത് ഡയഗണൽ ലൈൻസും കർവ്ഡ് ലൈൻസും. ഡയഗണൽ ലൈൻസ് അറിയാലോ, ഡയഗണലായിട്ട് ഒരു എന്താ പറയുക, ഒരു മോഷൻ പോലെ, നമുക്ക് ഇളകുന്ന പോലെ ഒരു ഫീലിംഗ് വരുന്നതാണ് ഡയഗണൽ. ഇത് നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് പോലെ തോന്നുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് ഒന്നുകിൽ ഹൈറ്റ് ആഡ് ചെയ്തും കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ലൈൻസിൻ്റെ ചെരിവിനനുസരിച്ച് നമുക്ക് ഹൈറ്റ് കൂടിയിട്ടും കുറഞ്ഞിട്ടും ഒക്കെ ആക്കാൻ പറ്റും ഡയഗണൽ ലൈൻസ്. പിന്നെ ഉള്ളത് കേർവ്ഡ് ലൈൻസ്. കേർവ്ഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഫോർമൽ ആൻഡ് ലെസ് സ്ട്രോങ് ദാൻ സ്ട്രെയിറ്റ് ലൈൻസ്. ഇത് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ് അല്ലേ ലൈൻസ് എന്ന് പറയുമ്പം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കംഫർട്ട്, സേഫ്റ്റി, റിലാക്സേഷൻ ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു ലൈനാണ് ഇത്, കേർവ്ഡ് ലൈൻസ്. അത് നമുക്ക് ഹൈറ്റ് ആഡ് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ നമ്മളത് ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഷേപ്പ് ഉണ്ട് അല്ലേ. എന്തിൻ്റെയെങ്കിലും ഒരു ഔട്ട്ലൈനാണ് നമ്മൾ ഷേപ്പ് എന്ന് പറയാം. ഏതെങ്കിലും ഒരു ഡിഫറെൻറ്റ് സൈസിൽ വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഇതൊരു സ്റ്റാറാണ്, ട്രയാങ്കിൾ, നമ്മളിപ്പം നോക്കിക്കഴിയുമ്പോൾ ഡിഫറെൻറ്റ് ഷേപ്സ് ആണിത് അല്ലേ. അതിൽ നാച്ചുറൽ ഷേപ്സ് ഉണ്ടാവും, സ്റ്റൈലൈസ്ഡ് ഉണ്ടാവും, ജിയോമെട്രിക് ഉണ്ടാവും, അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് ഡിസൈൻസ് ഉണ്ടാവും. പല ടൈപ്പിൽ നമുക്ക് ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പറയുന്നത് നെഗറ്റീവ് സ്പേസ്, പോസിറ്റീവ് സ്പേസ് അല്ലേ. എന്തായിരുന്നു അത്? സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഏതെങ്കിലും ഒരു ഷേപ്പിനെ കവർ ചെയ്ത് നിൽക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ സ്പേസ് എന്ന് പറയുക അല്ലേ. അതിൻ്റെ പുറത്തുള്ള ഭാഗത്തിന് നമ്മൾ സ്പേസ് എന്ന് പറയും. അപ്പം നെഗറ്റീവ് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരിപ്പം എന്താണോ ഒരു ഡിസൈൻ വെച്ച് അതിൻ്റെ പുറത്തേക്ക് വരുന്നതൊക്കെ നമ്മൾ നെഗറ്റീവ് സ്പേസ് എന്ന് പറയാം. ഉള്ളിൽ വരുന്നതിനെയോ പോസിറ്റീവ് സ്പേസ് എന്നും പറയും. ഓക്കെ. പിന്നെ പറയുന്ന ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫാബ്രിക്കിൻ്റെ ഫീല്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫാബ്രിക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നമുക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ പറയുക ഫീൽ ഓഫ് ദ ഫാബ്രിക്, അല്ലെങ്കിൽ അപ്പിയറൻസിനെയാണ് നമ്മൾ ടെക്സ്ചർ എന്ന് പറയും. റഫ് ഉണ്ടാവും, സ്മൂത്ത്, ഹാർഡ്, ഗ്ലോസി, മാറ്റ്, ഇങ്ങനെ പല ടൈപ്പിലാണ് നമ്മളുടെ ടെക്സ്ചേഴ്സ് ഉണ്ടാവുക. പിന്നെ നമ്മുടെ കളർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് കളറ്. നമ്മളൊരു ലൈറ്റ് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ തട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മളത് നമ്മുടെ കാണുമ്പോഴുള്ള എന്താണ്
ആവേഗങ്ങൾ എന്നൊക്കെ പറയുമല്ലോ, അത് ബ്രെയിനിൽ പോയി അതാണ് നമുക്ക് ഇന്ന കളറാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് തരുന്നത്. അപ്പം നമ്മൾ ഹ്യൂ എന്ന് പറയുന്ന വേർഡ് എന്താണ്? ഏതെങ്കിലും ഒരു കളറിനെയാണ് നമ്മൾ ഹ്യൂ എന്ന് പറയുക. HUE, ഇമ്പോർട്ടൻ്റ് ആണ് ഹ്യൂ. പിന്നെ നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത് പ്യുവർ കളറിനെയാണ് ഹ്യൂ എന്ന് പറയുക. ടിൻസ് ആൻഡ് ഷെയ്ഡ്സ്. ടിൻ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹ്യൂവിൻ്റെ കൂടെ വൈറ്റ് ആഡ് ചെയ്യുമ്പോൾ ടിൻസ് കിട്ടും, ഏതെങ്കിലും ഒരു കളറിൻ്റെ കൂടെ ബ്ലാക്ക് ആഡ് ചെയ്താൽ ഷെയ്ഡ് കിട്ടും. ടോൺ എങ്ങനെയായിരുന്നു കിട്ടുന്നത്? ഏതെങ്കിലും ഒരു കളറിൻ്റെ കൂടെ ഗ്രേ കളർ എങ്ങനെയാണ് കിട്ടുക? വൈറ്റും ബ്ലാക്കും ആഡ് ചെയ്ത് ഈക്വൽ പ്രപ്പോർഷനിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രേ കിട്ടും. ആ ഗ്രേ കളർ ഏതെങ്കിലും ഒരു കളറിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോൺ കിട്ടും. ഓക്കെ, അത് വൺ വേർഡിലൊക്കെ ചോദിക്കും, ഓർത്ത് വയ്ക്കുക. പിന്നെ ഇൻറ്റൻസിറ്റി എന്താണ്? പിന്നെ നമ്മൾ സാച്ചുറേഷൻ, അത് നോട്ടിൽ എഴുതിയിട്ടുണ്ട്, അത് നോക്കുക കേട്ടോ. കളറിൻ്റെ ഡയമെൻഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ടോൺ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ലൈറ്റ്നെസ് ഓർ ഡാർക്ക്നെസ് ഓഫ് എ കളർ. അടുത്തതിൽ നമ്മളെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഹാർമണി അല്ലെങ്കിൽ യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് എലമെൻറ്റ്സ് എല്ലാം കൂടെ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് എല്ലാം കൂടെ വരുന്നതിനെയാണ് നമ്മൾ യൂണിറ്റി അല്ലെങ്കിൽ ഹാർമണി എന്ന് പറയും. ഓക്കെ, അതിൽ നമ്മൾ പ്രപ്പോർഷൻ ആയിരിക്കണം, ബാലൻസ് വേണം, പിന്നെ നമ്മൾ റിതം ഉണ്ടാവണം. എല്ലാ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈനും കൂടെ അല്ലെങ്കിൽ എല്ലാ ബേസിക് എലമെൻസും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഹാർമണി അല്ലെങ്കിൽ യൂണിറ്റി. യൂണിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, എല്ലാത്തിൻ്റെയും കൂടെ ഒരു കൂട്ടായ്മയാണല്ലോ യൂണിറ്റി എന്ന് പറഞ്ഞാൽ, ഏകത്വം. അടുത്തത് എംഫസൈസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഡ്രസ്സിലുള്ള ഒരെണ്ണം പെട്ടെന്ന് നമുക്ക് ആൾക്കാർ അട്രാക്റ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എംഫസിസ്. ചിലപ്പോൾ നമ്മൾ നെക്ക് ലൈനിൽ കൊടുക്കും, സ്ലീവിൽ കൊടുക്കും, അല്ലെങ്കിൽ നമ്മളെ ബോഡി പാർട്ടിൽ എവിടെയും കൊടുക്കും. ചിലപ്പം ചില ഡ്രസ്സിൽ പോക്കറ്റ് വെച്ചിട്ട് പെട്ടെന്ന് അട്രാക്ഷൻ അങ്ങോട്ടേക്ക് വരുത്തുന്ന പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ജ്വല്ലറി ഇട്ടിട്ട് അതിലേക്ക് അട്രാക്ഷൻ വരുത്തും അല്ലേ. അപ്പോൾ എംഫസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിഷ്വൽ എഫക്റ്റ് ഇത് വരുത്തിയിട്ട് എന്ത് ചെയ്യുക? സെൻറ്റർ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോക്കൽ പോയിൻ്റ് ആക്കുന്നതിനെയാണ് നമ്മൾ എംഫസിസ് എന്ന് പറയാം. നമ്മൾ ഡ്രസ്സിലൊക്കെ വരച്ചു, ഓൾറെഡി നിങ്ങൾ ചെയ്തു പ്രാക്ടിക്കലിൽ. റിതം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫ്ലൂയിഡ് മൂവ്മെൻ്റ് എന്നാണ് പറയുക അല്ലേ. നമുക്കതൊരു ഇളകുന്ന പോലെ ഒരു ഫീലിംഗ് വരുത്തതാണ് എന്ത്? റിതം. അതായത് നമ്മൾ ഗൗണൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലതിനെന്താ ഒരു ഫ്ലോയിങ് ടൈപ്പ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ റിതം എന്ന് പറയാം. പിന്നെ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ബോഡീന് ഈക്വൽ പ്രപ്പോർഷനേറ്റ് ആയിരിക്കണം. അതായത് നമ്മുടെ ഹെഡിൻ്റെ ഹൈറ്റ് ഇത്രയും ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ഏതാണ് ബോഡി പാർട്ട്, നമ്മൾ മൊത്തം ബോഡിയിൽ ഇത്രയും ഭാഗമായിരിക്കണം നമ്മളെ ഹെഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പ്രപ്പോർഷൻ ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രപ്പോർഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ സ്കെയിൽ എന്ന് പറയും കേട്ടോ. പ്രപ്പോർഷൻ്റെ ഒരു വേറൊരു ടേമാണ് സ്കെയിൽ. ബാലൻസിൽ നമ്മൾ പറഞ്ഞു സിമെട്രിക് ഉണ്ട്, അസിമെട്രിക് ഉണ്ട്, പിന്നെ റേഡിയൽ ബാലൻസും ഉണ്ട്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമൽ ബാലൻസ് ആയിരിക്കും, ഒരുപോലെ ആയിരിക്കും. ഹാഫ് പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാഫും റൈറ്റ് ഹാഫും ഒരുപോലെ ആയിരിക്കും. ഇൻഫോർമൽ അല്ലെങ്കിൽ അസിമെട്രിക് എന്ന് പറഞ്ഞാൽ ആ വെയിറ്റ് ഒരുപോലെ ആയിരിക്കില്ല, വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ വ്യത്യാസം വരും. പിന്നെ റേഡിയൽ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റർ പോയിന്റിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്നു.